ശ്രീ കെ സുധാകരൻ അതാണ് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗ്ലോബൽ പ്രസിഡന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ വേദിയിൽ ഉപഭോക്തരായിരിക്കുന്ന മുഴുവൻ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ അനുദ്യോഗസ്ഥരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനും ഈ റാലിയിൽ പങ്കെടുത്ത് വിജയമാക്കി തീർക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സ്ഥാപന നേതാക്കൾ മറ്റ് വിവിധ തലങ്ങളിലുള്ള വിവിധ സംഘടനകളെയും പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും പത്രവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ട് ക്ഷണിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവർ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത ദിനേശൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വേദിയിലേക്ക് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യേശുദാസ് സാർ, അതുപോലെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ഈ പരിപാടിയിൽ പങ്കെടുത്തു പോകുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാര സംഘടനാ പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, ഹരിതകർമ്മ സേന, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റ് കൂട്ടായ്മയുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഒരു രണ്ടാം ഘട്ടം ഈ പ്രഖ്യാപനത്തോടുകൂടി പൂർത്തീകരിക്കപ്പെടുകയാണ്. നമ്മുടെ സംസ്ഥാനം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ാം തീയതി സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. അതിൻ്റെ മുന്നോടിയായി നമ്മുടെ ജില്ലയിൽ 20-ാം തീയതിക്കുള്ളിൽ, ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും മാലിന്യ മുക്ത തദ്ദേശ ഭരണ പ്രദേശങ്ങളായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ സെക്രട്ടറി സ്വാഗതം പറഞ്ഞ ഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ 2024 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം മുതൽ ജനകീയ ക്യാമ്പയിനായി ഏറ്റെടുത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിന് മുന്നോടിയായി നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ള മാർഗരേഖ പ്രകാരമാണ് ഈ പ്രവർത്തനങ്ങളാകെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ആ മാർഗരേഖയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ്, അതിനപ്പുറത്ത് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഇന്ന് ഈ പ്രഖ്യാപനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി ചെറുതും വലുതുമായ ക്യാമ്പയിനുകൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ നമ്മുടെ ഈ മാലിന്യമുക്തം, സമ്പൂർണ്ണ മാലിന്യമുക്തം എന്ന കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കണമെങ്കിൽ പ്രഖ്യാപനത്തിന് ശേഷം നിരവധിയായുള്ള പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ജനകീയമായി
നിയമപരമായി ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഒട്ടേറെ കൂട്ടായ്മകൾ ജനപ്രതിനിധികളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാനമായി ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള അതിൻ്റെ മുന്നണി പോരാളികൾ എന്ന നിലയിൽ ഹരിതകർമ്മസേന മുതൽ സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുമുള്ള ആളുകൾ നിരവധിയായുള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. ഉത്തരവ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കുക, ഇതെല്ലാം അതിന് നിർദ്ദേശം കൊടുത്ത് മുന്നോട്ട് പോവുക മാത്രമല്ല, വേലായൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ അവരിൽ ഒരാളായി കൊണ്ട് തന്നെ പ്രവർത്തനം കഴിഞ്ഞ കാലയളവിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ നാളിതുവരെയായി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഫലമായി നമുക്ക് ഒരു പൊതുബോധം, മാലിന്യം പൊതുയിടങ്ങളിലും പൊതു ജലാശയങ്ങളിലും അതോടൊപ്പം തന്നെ നിക്ഷേപിക്കേണ്ടതല്ലെന്നും ഇത് ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സംവിധാനം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നും ആ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തണമെന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത മാലിന്യ സംസ്കരണ സംവിധാനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് ഹരിതകർമ്മസേനയാണ്. പാഴ്വസ്തുക്കൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വഴിയരികിലോ അല്ലെങ്കിൽ ജലാശയങ്ങളിലോ നിക്ഷേപിക്കേണ്ടതല്ലെന്നും ഇത് യഥാവിധി കൈമാറേണ്ടതെന്നും അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് തദ്ദേശഭരണ സ്ഥാപനത്തിന് കീഴിൽ എന്നും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തി. അത് സ്കൂൾ തലത്തിലും എല്ലാ തലത്തിലും നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ള പ്രവർത്തനം കൂടിയാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ഈ പ്രഖ്യാപനത്തിന് ശേഷവും ഏതെങ്കിലും റോഡരികിൽ 2 പ്ലാസ്റ്റിക് കൂട് കണ്ടാൽ ഇതാണോ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ചോദ്യം ഉയർന്നു വരാൻ സാധ്യതയില്ല. പക്ഷേ ഇത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഈ ചോദിക്കുന്നവരും ജനപ്രതിനിധികളും പൊതുസമൂഹവും ആകെ ഇതിൻ്റെ ഭാഗമായി മാറിയാൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രഖ്യാപനത്തോടുകൂടി തീരുന്നതല്ല ഈ പ്രവർത്തനം. നിരവധിയായുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാരിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ അധ്യക്ഷൻ എന്ന നിലയിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്തതായി ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ നാളിതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് നമ്മുടെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥതലത്തിൽ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ചുമതലപ്പെട്ട HI ഹെൽത്ത് ഇൻസ്പെക്ടർ ദിവ്യാരാഘവനെ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി നടത്തിവരുന്ന ക്യാമ്പയിൻ ഊർജിതപ്പെടുത്തുന്നതിനും 2016 ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംസ്ഥാനമൊട്ടാകെ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിനും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയമപ്രകാരം 15/3/2023 തീയതിയിൽ 6/619/2023 സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇത് കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി നേരിടുന്നതിനായി കേരള സർക്കാരിന് കീഴിൽ വരുന്ന എല്ലാ വകുപ്പുകൾക്കും മിഷനുകൾക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങൾക്കും ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനം നടപ്പിലാക്കുന്നതിനും മാലിന്യത്തിന്റെ തോത് കുറച്ചുകൊണ്ട് മാതൃകകൾ സൃഷ്ടിക്കുന്നതിനും ഊന്നൽ നൽകി സർക്കാർ ഉത്തരവ് നമ്പർ 1275/24 പ്രകാരമുള്ള നടപടികൾ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഈ ലക്ഷ്യങ്ങൾക്കായി നേടിയെടുക്കുന്നതിന് ആസൂത്രണം
മീറ്റ് വിത്ത് ഹരിതകർമ്മസേന 29/8/2024 തീയതിയിൽ പേരാവൂർ, മണത്തണ എന്നീ 2 കേന്ദ്രങ്ങളായി വിഭജിച്ച് സംഘടിപ്പിച്ചു. ആയതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് ക്ലാസ് നൽകുകയും ഹരിതകർമ്മസേനയോടൊപ്പം യൂസർ ഫീ തുടർച്ചയായി നൽകാത്ത വീടുകളും സ്ഥാപനങ്ങളും കുട്ടികൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സന്ദർശിക്കുകയും കുട്ടികൾ അവരെ ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് കൈമാറേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 100ഓളം കുട്ടികൾ പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കുകയും ആയത് കുട്ടികൾക്ക് പുതിയ ഒരു അനുഭവമായി മാറുകയും ചെയ്തു. സെപ്റ്റംബർ മാസത്തിൽ അയൽക്കൂട്ട തലത്തിൽ ഓരോ വീടുകളിലെയും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നേരിൽ കണ്ട് വിലയിരുത്തുകയും അയൽക്കൂട്ടങ്ങളെ നിശ്ചിത മാനദണ്ഡ പ്രകാരം മാർക്ക് നൽകി ആദ്യഘട്ടത്തിൽ 80% അതിലധികമോ മാർക്ക് നേടിയ അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിക്കുകയും ആയതിന്റെ പഞ്ചായത്ത് തല പ്രഖ്യാപനം ഒരു സാംസ്കാരിക നിലയിൽ നടക്കുകയും ചെയ്തു. 1/1/2025 പേരാവൂർ ഗ്രാമപഞ്ചായത്തിലെ 203 അയൽക്കൂട്ടങ്ങളും സമ്പൂർണ്ണ അയൽക്കൂട്ട പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. 21/11/2024 തീയതി പേരാവൂർ ICD കാളിൽ സമ്പൂർണ്ണ ഹരിത അംഗനവാടി പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും 1-2 സ്ഥാനം നേടിയ അംഗനവാടിക്ക് മുൻക വിതരണവും നടന്നു. 7/11/2024 അംഗനവാടി പ്രവർത്തകരുടെ യോഗം വിളിക്കുകയും നവംബർ 14-നകം എല്ലാ അംഗനവാടികളും സ്വയം ഹരിത അംഗനവാടിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അറിയിച്ചു. കൂടാതെ ഏറ്റവും മികച്ച അംഗനവാടികളെ തെരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക ടീം രൂപീകരിക്കുകയും ചെയ്തു. നവംബർ 14 ശിശുദിനത്തിൽ കുണ്ടി പാരിഷ് ഹാളിൽ ഹരിതസഭ നടത്തിയതിൽ വിവിധ സ്കൂളുകളിൽ നിന്നും 200-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കി അവതരിപ്പിക്കുകയും പഞ്ചായത്തിനോട് നിരവധിയായ ചോദ്യങ്ങൾ തയ്യാറാക്കി ചോദിക്കുകയും ചെയ്തു. നല്ല രീതിയിൽ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിദ്യാലയങ്ങൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നവംബർ 1-ന് 12 വിദ്യാലയങ്ങളും 2 കലാലയങ്ങളും ഹരിത പ്രഖ്യാപനം നടത്തി. 15/1/2025 കുണ്ടി, മണത്തണ, പേരാവൂർ ടൗണുകൾ ഹരിത ടൗണായി പ്രഖ്യാപിക്കുകയും സന്ദേശ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. അന്നേ ദിവസം പൊതുവിട പ്രഖ്യാപനവും ഇതിന്റെ ഭാഗമായി നടന്നു. പഞ്ചായത്തിന് വ്യാപാരികൾ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനുള്ള ബില്ലുകൾ കൈമാറുകയും ചെയ്തു. 9/2/2025 പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും റോഡുകൾ ഹരിതകർമ്മസേന, കുടുംബശ്രീ, ആശാവർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ സർക്കാർ, പൊതുമേഖല ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളായി സ്വയം പ്രഖ്യാപനം. ഘടക സ്ഥാപന മേധാവികളുടെ യോഗം 15/11/24 പേരാവൂർ ടൗൺ സൗന്ദര്യവൽക്കരണം സംബന്ധിച്ച് 20/12/24 ആരാധനാലയങ്ങൾ, ഓഡിറ്റോറിയം ഭാരവാഹികളുടെ യോഗം 27/12/2024 4/1/2025 6/1/2025 7/1/2025 ശുചിത്വ ടൗൺ ബന്ധപ്പെട്ട യോഗവും വിളിച്ചു ചേർത്തു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പേരാവൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികൾ, വ്യാപാരികൾ, വ്യാപാര സംഘടനകൾ, പഞ്ചായത്ത് പരിധിയിലെ വിവിധ സർക്കാർ, അർദ്ധ സർക്കാർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, വിവിധ മതസ്ഥാപനങ്ങൾ, ഓഡിറ്റോറിയം ഭാരവാഹികൾ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് പ്രവർത്തകർ, കുടുംബശ്രീ, ആശാ പ്രവർത്തകർ, ആരോഗ്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗനവാടികൾ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, പഞ്ചായത്ത് ആസൂത്രണ സമിതി, നിർവഹണ സമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ സംഘടനകൾ, പഞ്ചായത്ത് പരിധിയിലെ ചുമട്ടുതൊഴിലാളികൾ, ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, മീഡിയ എന്നിവർ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത് പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നതോടൊപ്പം ഇത് നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. ശർമ്മമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, എക്സൈസ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേഖലയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖരെ, ഇവിടെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രജീഷ് ഉൾപ്പെടെയുള്ള
ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, അതുപോലെ ആശാവർക്കർമാർ, കുടുംബശ്രീ ഉൾപ്പെടെയുള്ള അതിൻ്റെ പ്രവർത്തകർ, വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ, മീഡിയ ഉൾപ്പെടെയുള്ള പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ധന്യ മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തിച്ചു വന്നിട്ടുള്ളത്. ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് HI ശ്രീമതി ദിവ്യ കാര്യങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയുമെല്ലാം കാര്യങ്ങളിലൂടെ വിശദീകരിച്ചു. ഇവിടെ പറഞ്ഞ രീതിയിൽ തന്നെ ഒക്ടോബർ മാസം 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനം മുതൽ മാർച്ച് 30-ാം തീയതി ലോക സീറോ വേസ്റ്റ് ദിനം വരെയുള്ള ദിനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് മാലിന്യ സംസ്കരണ മേഖലക്കകത്ത് ജനകീയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ പൂർത്തിയാകും. ആ ലക്ഷ്യത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുക. ഉള്ള ബ്ലോക്ക് തലത്തിലുള്ള പ്രഖ്യാപനം നാളെയായിരുന്നു ഞങ്ങൾ നേരത്തെ നിശ്ചയിച്ചത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ആയതാണ്. ആ ഘട്ടത്തിലാണ് 2 ദിവസം മുമ്പാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. ആ ഉത്തരവിനകത്ത് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ മാർച്ച് മാസം 25-ാം തീയതിക്ക് മുമ്പായി പ്രഖ്യാപനവും അതല്ലെങ്കിൽ മാർച്ച് 30 വരെ പ്രഖ്യാപനം നടത്താൻ വേണ്ടിയാണ് പറഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രഖ്യാപനം ഏപ്രിൽ 3 എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപ്രകാരം നമ്മുടെ ജില്ലാ ജോയിൻറ്റ് ഡയറക്ടറുമായിട്ട് ഇന്നലെ ഞാൻ സംസാരിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ബ്ലോക്കിൻ്റെത് ഏപ്രിൽ 3-ാം തീയതിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ പ്രഖ്യാപനത്തോടുകൂടി ബ്ലോക്ക് തലത്തിലുള്ള സമ്പൂർണ്ണമായിട്ട് ശുചിത്വ ഹരിത പ്രഖ്യാപനം അതിൻ്റെ ഭാഗമായിട്ട് വന്നേരിക്കും. ഇപ്പോഴും പ്രഖ്യാപിക്കുന്ന മറ്റു തടസ്സങ്ങളില്ല, ഒരുക്കങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നം വെച്ചുകൊണ്ട് മാത്രമാണ് അത് മാറിയിട്ടുള്ളത്. അപ്പോൾ പേരാവൂർ പഞ്ചായത്ത് കൂടി ഇന്ന് പ്രഖ്യാപനത്തിൽ വരിക. ഇതോടുകൂടി നമ്മുടെ ബ്ലോക്കിലെ 7 ഗ്രാമപഞ്ചായത്തുകളുടെയും ശുചിത്വ ഹരിത പ്രഖ്യാപനം പൂർത്തിയാവുകയാണ്. മറ്റ് പഞ്ചായത്തിൽ നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇവിടെയും ഓരോ തരത്തിലുമുള്ള പ്രഖ്യാപനം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം 5-8 കാര്യങ്ങളിലാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി നേരത്തെ തീരുമാനിച്ചത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം പഞ്ചായത്ത് വാർഡിലെല്ലാം പ്രഖ്യാപനം നടത്തിയതിനെ തുടർന്നാണ് ബ്ലോക്ക് തലത്തിൽ പ്രഖ്യാപനം ആദ്യം നമ്മൾ സ്കൂളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നടത്തി. ബ്ലോക്ക് പരിധിക്കകത്ത് 76 സ്കൂളുകളും IT കോളേജ് ഉൾപ്പെടെയുള്ള 5 കലാലയങ്ങളും ആണ് നേരത്തെ പ്രഖ്യാപനം നടത്തിയത്. പിന്നീട് അംഗൻവാടി പ്രഖ്യാപനം നടത്തി. അംഗൻവാടി ആദ്യം സർക്കാർ നിർദ്ദേശകത്തിനകത്ത് അംഗൻവാടിയിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് മന്ത്രി തന്നെ പങ്കെടുത്ത ഘട്ടത്തിനകത്ത് പേരാവൂർ ബ്ലോക്കിൽ ഇത്തരം പ്രഖ്യാപനം നടത്തിയെന്നത് അത് മന്ത്രിയെ ശ്രദ്ധപ്പെടുത്താനും അത് സംസ്ഥാന വ്യാപകമായി തുടർന്ന് അതുകൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ക്യാമ്പയിനാക്കി പിന്നീട് മാറ്റിയിട്ടുണ്ട്. അത് ഹരിത അയൽക്കൂട്ടങ്ങളും കുടുംബശ്രീയുടെ പ്രഖ്യാപനവും ജില്ലാ കളക്ടറെ പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുണ്ട്. അങ്ങനെ വിവിധ പ്രഖ്യാപനങ്ങൾ ഇതിനു മുമ്പ് ബ്ലോക്ക് തലത്തിൽ നടത്തുന്നുണ്ട്. അതിനു മുമ്പ് പഞ്ചായത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലായതിനെ തുടർന്നാണ് പ്രഖ്യാപനം നടന്നത്. അപ്പോൾ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വിശദമായിട്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ടും ഇവിടെ നടന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മളത് ഇവിടെ കാണുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെല്ലാമുള്ള പ്രവർത്തനം ഇവിടെ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട് എന്ന് പറയുന്നത് ഒരു നല്ല വൃത്തിയുള്ള ഒരു നാടായിട്ട് നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതായിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴെങ്കിലും ഇങ്ങനെയൊരു ക്യാമ്പയിൻ നടത്തിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായിട്ട് മാറിത്തീരുകയായിരുന്നു. കാരണം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിന് വേണ്ടിയിട്ട് യാതൊരു ലൈസൻസും ഇല്ലാത്തതിലേക്ക് വ്യാപകമായിട്ട് വലിച്ചെറിയുന്ന ഒരു പ്രവണത നമ്മളെല്ലാ പ്രദേശത്തിനകത്തും നേരത്തെ നല്ലതുപോലെ ഉണ്ടായിരുന്നു. എന്നാൽ ക്യാമ്പയിൻ വന്നതുകൂടിയാണ് നേരത്തെ തന്നെ എല്ലാ പഞ്ചായത്തും വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായിട്ട് നേരത്തെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് കുറേ മാറ്റങ്ങൾ വന്നത്. ആ പ്രഖ്യാപനം നടത്തിയെങ്കിൽ പോലും എല്ലാ ആളുകൾക്കും ഇത് ബാധ്യതയില്ല എന്ന് കണ്ടുകൊണ്ട് ചില ആളുകൾ അതിന് വിരുദ്ധമായിട്ട് നിലപാട് സ്വീകരിച്ച ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.
ഒരു ഭാഗത്ത് നല്ലതിലുള്ള ബോധവൽക്കരണം തുടക്കത്തിൽ തന്നെ ബോധവൽക്കരണം നടത്തിയിട്ടാണ് വലിച്ചെറിയൽ വിമുക്ത പഞ്ചായത്തായിട്ട് എല്ലാ പഞ്ചായത്തും പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനം നടന്നാൽ പിന്നീട് വലിച്ചെറിയാൻ പാടില്ല എന്നുള്ളതാണ്. ഒന്നും വലിച്ചെറിയാൻ പാടില്ല, വലിച്ചെറിയാൻ പാടില്ല. നമ്മൾ വലിച്ചെറിയാൻ ഉദ്ദേശിക്കുന്ന വസ്തു എന്തായാലും ആ വസ്തു വീട്ടിലോ സ്ഥാപനത്തിലോ സൂക്ഷിച്ച് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ സ്ഥാപനത്തിലോ വീട്ടിലോ വരുമ്പോൾ ഒരു യൂസർ ഫീ കൊടുത്ത് അവരതിന് ഏൽപ്പിക്കേണ്ടതായിരുന്നു. അവിടെ വലിച്ചെറിയാൻ പാടില്ല. അങ്ങനെ ഒരു വാങ്ങുന്നതാണ് MCF-നും അതുപോലെ തന്നെ ഉള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അത് മിനി MCF-നും MCF-നും ഒക്കെ സൂക്ഷിച്ചിട്ടാണ് നമ്മുടെ RRF കേന്ദ്രത്തിലേക്ക് മാറുന്നത്. ബ്ലോക്കിൻ്റെ RRF കേന്ദ്രമുണ്ട്. പഞ്ചായത്തിനും എല്ലാ പഞ്ചായത്തിനും RRF വെയിലിംഗ് കേന്ദ്രമായിട്ടില്ല. പക്ഷേ പേരാവൂർ പഞ്ചായത്തിന് RRF-ൻ്റെയും വെയിലിംഗ് കേന്ദ്രം പേരാവൂർ പഞ്ചായത്തിനുണ്ട്. ബ്ലോക്കിനും ഈ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളതെല്ലാം നമ്മളവിടെ വെയിലിംഗ് നടത്തിയിട്ടാണ് ക്ലീൻ കേരള കമ്പനിയുമായിട്ട് നേരത്തെ തന്നെ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും എല്ലാം എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റ് പ്രകാരം അവരത് കയറ്റിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള സംവിധാനം. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു വസ്തുക്കൾ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയേണ്ട ഒരു കാര്യമേ ഇല്ല. അങ്ങനെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിലേക്കാണ് മണ്ണിലേക്കാണ് വലിച്ചെറിയുന്നതെങ്കിൽ ആ പ്ലാസ്റ്റിക് ഒരിക്കലും നശിച്ചു പോവില്ല. ആ മണ്ണിനകത്ത് കലർന്ന് മണ്ണിനോട് അത്തരം പ്ലാസ്റ്റിക്കുകൾ ലയിക്കില്ല. അത് മണ്ണിലുള്ള ഒരുപാട് നമ്മുടെ വൃക്ഷങ്ങളുണ്ടാകും. ആ വൃക്ഷത്തിൻ്റെ വേരോട്ടത്തിന് പോലും ഇങ്ങനെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് തടസ്സമായിട്ട് നിൽക്കും. അതുകൊണ്ട് വലിച്ചെറിയാൻ വേണ്ടി പാടില്ല. പിന്നെ പറമ്പിലൊക്കെ വലിച്ചെറിയുമ്പോൾ ചിലപ്പോൾ അതിന് പ്ലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ അതിനകത്ത് മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടിയാണല്ലോ നമ്മുടെ മേഖലക്കകത്ത് ഡെങ്കിപ്പനിയെല്ലാം പടർന്നു പിടിച്ചത്. EDS കൊതുക് തെളിഞ്ഞ വെള്ളത്തിൽ മാത്രമാണ് മുട്ടയിടുക. അപ്പോൾ തെളിഞ്ഞ വെള്ളം പ്ലാസ്റ്റിക്കിലും ആ ചിരട്ടയിലും പാറപ്പുറത്തും എല്ലാം കെട്ടിക്കിടുന്ന വെള്ളത്തിലാണ് കൊതുക് മുട്ടയിട്ടിട്ട് ഈ മേഖലക്കകത്തിലാണ് ഡെങ്കിപ്പനി പരത്തിയത്. ആ ഡെങ്കിപ്പനി വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ പോലും ആളുകൾ മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിച്ച് അത് രൂക്ഷമാകുമ്പോൾ മോണ ഉൾപ്പെടെ പൊട്ടുന്നതാണ്. മോണ ഉൾപ്പെടെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആളെ ചികിത്സ നടത്തി രക്ഷപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ എല്ലാം കൂടെ ഒരുപാട് അവസ്ഥ നമ്മുടെ മേഖലക്കകത്ത് രാവിലെ വർത്താനം പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവരെ താലൂക്ക് ആശുപത്രിയിലോ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോ തലശ്ശേരിയിലോ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ കൊണ്ടുപോയി എന്ന് പറയുന്ന കാരണം പിന്നീട് അവർ മരണപ്പെട്ടിരുന്ന വാർത്തയെല്ലാം തന്നെ ഒരുപാട് മേഖലയിൽ ആ ഘട്ടത്തിനകത്ത് വന്നു ചേർന്നിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക്കും അതുപോലുള്ള റബ്ബർ ചെടിയിലെ വെള്ളത്തിലുമെല്ലാം തെളിഞ്ഞ വെള്ളത്തിലാണ് ഈ കൊതുക് മുട്ടയിടുന്നത്. ആ മുട്ടയിട്ടിട്ടാണ് കൊതുക് പെരുകുന്നത്. ആ കൊതുക് പിടിച്ചിട്ടാണ് ഡെങ്കി ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങളെല്ലാം വന്നു ചേർന്നത്. അപ്പോൾ ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് വലിച്ചെറിയാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് പറമ്പിലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം കെട്ടിക്കിട്ടുന്ന അവസ്ഥ ഉണ്ടാവില്ല. അത് വലിയൊരു നേട്ടമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ വെള്ളമൊക്കെ കുടിച്ചാൽ കുപ്പി നേരെ വലിച്ചെറിയുന്ന തോട്ടിലേക്കായിരിക്കും, ചെറിയ നീർച്ചാലിലേക്കായിരിക്കും, തോട്ടിലേക്കായിരിക്കും, പുഴയിലേക്ക്. യാതൊരു ലൈസൻസും ഇല്ല. അങ്ങനെ കുടിച്ചിട്ട് നേരെ കൊണ്ട് വലിച്ചെറിയാണ്. ചിലപ്പോൾ കമ്പനിയൊക്കെ കൂടിയിട്ട് വൈകുന്നേരം പുഴ സൈഡിലൊക്കെ ആളുകൾ കൂട്ടം കൂടി നിന്നിട്ട് അവിടെ കുടിച്ചതിന് ശേഷം നേരെ പുഴയിലേക്ക് എറിയുകയാണ്. ഇങ്ങനെ പുഴയിലേക്ക് എറിയുന്ന പ്ലാസ്റ്റിക് കുപ്പിയെല്ലാം ഒഴുകി ഇവിടുത്തെ പുഴയിൽ നിന്ന് ബാവലി പുഴയിൽ നിന്ന് പുഴ ആറളം പുഴയിലേക്ക് ചേർന്നുകൊണ്ട് വളർന്നിട്ട് ഒക്കെ എത്തിച്ചേരുകയാണ് ഈ മേഖലയിൽ. അപ്പുറത്താണെങ്കിൽ പെരുവപ്പുഴയിൽ നിന്നും അതുപോലെ തന്നെ അഞ്ചരപ്പള്ളി പുഴയുടെ ഭാഗമായിട്ട് അറബിക്കടലിലേക്ക് ഉൾപ്പെടെ എത്തിച്ചേരുകയാണ്. അത് നമ്മുടെ മത്സ്യസമ്പത്തിനെ ഇപ്പോൾ ഉൾപ്പെടെ ബാധിക്കുകയാണ്. പണമുണ്ടാക്കുന്ന മത്സ്യസമ്പത്ത് സംസ്കൃതി കയറ്റുമതി ചെയ്തതിലൂടെ ഉണ്ടാകുന്നത് അതുൾപ്പെടെ പ്രയാസകരമായിട്ട് വരും. ഇങ്ങനെയെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ പാരിസ്ഥിതികമായിട്ട് ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇത്തരം മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ആധുനിക സംവിധാനത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ട് ഇതൊരു പുതിയ സംസ്കാരമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയുന്നു. കുറേ ആളുകൾ പ്ലാസ്റ്റിക് വെറുക്കുന്ന ആളുകളായിട്ട് കുറേ ആളുകളും ഈ പ്ലാസ്റ്റിക് ചാടുന്ന കുറേ യോഗ്യന്മാരായിട്ട് ആളുകളും നമ്മുടെ സമൂഹത്തിനകത്ത് ഒറ്റപ്പെട്ടതിൽ ഇപ്പോഴും നിലകൊണ്ടുപോകാം. അതൊരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. ഈ നാട് എല്ലാവർക്കും വേണ്ടിയുള്ള നാടാണ്. ഈ നാട് എല്ലാവരുടെയും നാടാണ്. അതിനകത്ത് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിശ്ചയിക്കുന്ന ആളുണ്ടാവും, പ്രവർത്തിക്കുന്ന ആളുണ്ടാവും, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കാത്ത ആളുണ്ടാവും, പള്ളിയിൽ പോകുന്നവരുണ്ടാവും, പള്ളിയിൽ പോകാതിരിക്കുന്ന ആളുണ്ടാവും, അമ്പലത്തിൽ പോകുന്നവരുണ്ടാവും, അമ്പലത്തിൽ പോകാതിരിക്കുന്ന ആളുണ്ടാവും, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുണ്ടാവും, ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുന്ന ആളുണ്ടാവും. അങ്ങനെ എല്ലാമുള്ള ആളുകളെല്ലാം ഉള്ളതാണ് ഈ നാട്. ഈ നാട് എല്ലാവർക്കും ഉള്ള നാടാണ്. ആ നാടിനെ മലീമസപ്പെടുത്താൻ നമുക്ക് ആർക്കും ഉത്തരവാദിത്തം ആരും തന്നിട്ടില്ല. അത് നമുക്ക് ചെയ്യാനുള്ള അധികാരവും നമുക്കില്ല. ഈ നാടിനെ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് പഴയകാല തലമുറ സമ്പാദിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് മഹത്തരമായിട്ട് ഒരുപാട് മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് ഒരു തലമുറക്ക് നമുക്ക് കൊടുക്കാൻ പോകുന്നു. നേരത്തെ ക്യാമ്പയിൻ മാലിന്യമുക്ത നവകേരളം എന്നാണ് ക്യാമ്പയിൻ നേരത്തെ പേരിട്ട്
വിളിച്ചിരുന്നത്. പിന്നീടാണ് മാലിന്യമുക്തം നവകേരളം മാത്രം പോരാ, ഇതിനകത്ത് ജനീയ പങ്കാളിത്തമാണ്. അതുകൊണ്ട് മാലിന്യമുക്തം നവകേരളം ജനീയ ക്യാമ്പയിൻ എന്നായിട്ട് ഗവൺമെന്റ് തന്നെ ഈ പരിപാടിക്കകത്ത് മാറ്റം വരുത്തിക്കൊണ്ട് ക്യാമ്പയിനാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നത്. ഇപ്പോൾ ബ്ലോക്ക് തലത്തിലെ പ്രഖ്യാപനം 3-ന് 5-ാം തീയതി ആകുമ്പോഴേക്ക് ജില്ലാ തലത്തിലെ പ്രഖ്യാപനം നടക്കുകയാണ്. അങ്ങനെ ഒരു സംസ്ഥാന തലത്തിലെ പ്രഖ്യാപനം കൂടി വന്നു കഴിയുമ്പോൾ ഈ കേരളം ഒരു പുതിയ മാറ്റത്തിന് കേരളം വഴി കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഈ നാടിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ കാര്യം കണ്ടുകൊണ്ട് ഇതിനെ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് നയിച്ചു പോകാൻ വേണ്ടി കഴിയേണ്ടതായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുമായി ചേർന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. പദ്ധതി ആസൂത്രണത്തിലൂടെയും അതിൻ്റെ നിർവഹണത്തിലൂടെയും എല്ലാം തന്നെ ഒരുപാട് കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനകീയമായിട്ടുള്ള പങ്കാളിത്തം കൂടി ഉണ്ടാക്കി ജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു വൃത്തിയുള്ള നാടാക്കിയിട്ട് നമ്മുടെ നാടിനെ മാറ്റാൻ ആവശ്യമായ കാര്യം ഇപ്പോൾ ഇതിനോട് പ്രഖ്യാപനം നടത്തുകയാണ്. പ്രഖ്യാപനം നടന്നാലും ഇത് പ്രഖ്യാപനം നടത്തുന്ന ആളുകൾക്ക് മാത്രമായിട്ട് ഉത്തരവാദിത്വം പറ്റില്ല. നമുക്ക് എല്ലാ ആളുകൾക്കും ഉത്തരവാദിത്തമുണ്ട്. സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ നാടിനെ ഒരു നീറ്റായിട്ട് നാടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് അവരെല്ലാം ഇതിന്റെ ഭാഗമാക്കി മാറ്റണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ബോധവൽക്കരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബോധവൽക്കരണത്തിന് ഒരുപാട് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബോധവൽക്കരണത്തിന് അപ്പുറത്തേക്ക് ഇതിന്റെ നിയമപരമായുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ അതിന് ശിക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം, അതിന് ഫൈനടപ്പിക്കുന്ന ഉത്തരവാദിത്വം പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ അധികാരം നിക്ഷിപ്തമാണ്. ആ അധികാരം ഉൾപ്പെടെ നമുക്ക് പ്രയോഗിക്കാൻ വേണ്ടി കഴിയണം. ചില ആളുകൾ ചാക്കുകെട്ടിൽ പല സാധനങ്ങളും റോഡ് സൈഡിൽ പറ്റി തള്ളിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ തള്ളിയിട്ട് പോയുള്ള ആളുകൾ ചാക്കുകെട്ട് തുറന്നു നോക്കുമ്പോൾ ചില കടയുടെ പേര് അതിനകത്തുണ്ട്, സ്റ്റിക്കറുകളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ കണ്ടെത്തിയിട്ട് അവരുടെ പേരിൽ ഫൈനടപ്പിച്ച ചരിത്രമൊക്കെ നമ്മൾ ഈ മേഖലയിൽ ചില പഞ്ചായത്തുകൾക്കുണ്ട്, പല പഞ്ചായത്തിനുണ്ട്. അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആരോടുമുള്ള ഒരു ശത്രുതയും നമുക്കില്ല, ഒരു ശത്രുതാ മനോഭാവമില്ല. പക്ഷെ ഈ നാട് നമ്മുടെ നാടാണ്. ഈ നാടിനെ ഇങ്ങനെ മലീമസപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെയും നമുക്ക് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല. ആ നിലക്കുള്ള സംവിധാനത്തോട് കർശനമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ചില മേഖലയിൽ ചില പഞ്ചായത്തുകൾ ഇങ്ങനെ നമുക്കറിയാം, ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ആളുകൾ പൈസ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കളവ് പഞ്ചായത്തിൻ്റെ ഒരു പരിപാടിയിൽ ഞാൻ അവിടെ പങ്കെടുത്തപ്പോൾ 20,000 രൂപ ഫൈനടിച്ചു. ഇങ്ങനെ മാലിന്യങ്ങൾ കൊണ്ട് ഉള്ള ആൾ റോഡ് പൊതുസ്ഥലത്ത് കൊണ്ടിട്ടു. അതിൽ ഫോട്ടോ എടുത്ത് കൊടുത്ത ആളുകൾക്ക് അതിന് 2,000 രൂപ പഞ്ചായത്തോട് കൊടുക്കുന്ന ഇടങ്ങൾ ഉൾപ്പെടെ ഞാൻ കൊടുക്കുന്നു. അങ്ങനെ എല്ലാ ചില പഞ്ചായത്തും ചെയ്യുന്നുണ്ട്. അതിനകത്തൊന്നും യാതൊരു വിട്ടുവീഴ്ച ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ യജ്ഞം നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കൂ. അപ്പോൾ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് മുന്നോട്ട് കാര്യങ്ങൾ അതേപോലെ പോകണമെന്നില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ജാഗ്രത ഇതിൻ്റെ ഭാഗമായിട്ട് വേണം, കൃത്യമായിട്ട് ഇടപെടൽ വേണം, കൃത്യമായിട്ട് മോണിറ്ററിംഗ് ഇതിൻ്റെ ഭാഗമായിട്ട് വേണം. അതിൽ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ഇതിനകത്ത് കൈകോർക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ചേരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ശ്രദ്ധ ഉണ്ടാകണം. അതുകൊണ്ട് വലിച്ചെറിയൽ പ്രവണത 100% ഒഴിവാക്കാനാണ്. അതുപോലെ നമ്മുടെ പൊതുസ്ഥലങ്ങളെല്ലാം വൃത്തിയുള്ള സ്ഥലമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകൾ, അതുപോലെ തന്നെ അംഗൻവാടികൾ, അതുപോലെ അയൽക്കൂട്ടങ്ങൾ, നമ്മുടെ വീടുകളെല്ലാം ഇപ്പോൾ ശുചീകരിച്ച് വരികയാണ്. അതുപോലെ തന്നെ കലാലയങ്ങളും മറ്റു വിദ്യാലയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുക്കളും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒന്നും ഞാൻ ഉപയോഗിക്കുകയില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിനു വേണ്ടി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനുവേണ്ടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുധാകരനോട് അഭ്യർത്ഥിക്കുന്നു.
ആശാപ്രവർത്തകർ അല്ല മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഡോളൻസ് അക്കാദമി നമ്മുടെ ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലവും നമുക്ക് പിന്തുണയും സഹകരണവും നൽകുന്ന ഒരു ടീമാണ്. അതിനെ കുട്ടിച്ച സാറേയും അതിൻ്റെ കുട്ടികളെ ഞാൻ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ആശാപ്രവർത്തകരാണ്. ആശാപ്രവർത്തകർ ആദരിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് ആശാ ടീമിനെ മുഴുവൻ ക്ഷണിക്കുന്നു. കുടുംബശ്രീ, അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ എല്ലാം ഒന്നാണെന്ന് നമുക്കറിയാം. ഇവർ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സീരിയസ് അംഗങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അവരോട് ആരും വരിക. അടുത്തതായി നമ്മുടെ പേരാർ പഞ്ചായത്തിലെ നന്മ റെസിഡൻസ് അസോസിയേഷൻ AS നഗർ, അവർ നമ്മുടെ ശുചിത്വ പ്രവർത്തനങ്ങളിൽ നമ്മളോട് സഹകരിച്ച് നമ്മൾ നിർദ്ദേശിച്ച നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. അവരുടെ ഭാരവാഹികളെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഒപ്പം ചേർന്ന് നിന്ന് നിർദ്ദേശങ്ങൾ തന്ന ഹരിത കേരള മിഷന്റെ RP ശ്രീ നിഷാദിനെ ക്ഷണിക്കുകയാണ്. അത് നൽകുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീനാണ്. അടുത്തതായി നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മളുടെ കൂടെ നിൽക്കുകയും വിമർശനപരമായി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളുടെ വേണ്ടി പ്രസ് ക്ലബിന് വേണ്ടിയിട്ടുള്ള ഒരു മൊമെന്റോ നിഷാദാണ് ഏറ്റുവാങ്ങുന്നത്. അതിന് കൊടുക്കുന്നതിന് വേണ്ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ക്ഷണിപ്പിച്ചത്.
ഒരു തിരിച്ചിട്ടുള്ള ഒരു ആദരവുണ്ട് എന്നാണ് പറയുന്നത്. അവര് പറയുന്നതാണ്. അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ പ്രതിനിധിയെ ക്ഷണിക്കുകയാണ്. അനുഗ്രഹിച്ചു പോയി നമ്മുടെ ഈ പരിപാടിയെ സ്വാഗതം ബാബു തോമസ് പഞ്ചായത്ത് പ്രസിഡന്റ് മൈക്ക് ഓണല്ലേ മൈക്ക് ഓണല്ലേ പഞ്ചായത്ത് മറ്റ് ശാസ്ത്രീയ കമ്മിറ്റി ചെയർമാൻമാരെ, വിവിധ തരങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരെ, ആശാപ്രവർത്തകരെ, മറ്റ് കുടുംബശ്രീ പ്രവർത്തകരെ, സഹോദരന്മാരെ, ഈ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാലിന്യം വിരുദ്ധ കേരളം അത്യാവശ്യം ഭാഗമായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. മാലിന്യമാണ് പ്രധാനം. മാലിന്യം വലിച്ചെറിയുക എന്നല്ല അതിൻ്റെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം. അതുപോലെ എക്സിറ്റ് ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ച് പറഞ്ഞാലും മാലിന്യമാണ് നമ്മുടെ ശരീരത്തിൽ ഈ പുകവലി, മദ്യപാനം ഉള്ള ദൂഷ്യവശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഏർപ്പെടുത്തുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ദൂഷ്യവശങ്ങൾ എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും അറിയാം. ഒറ്റയ്ക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സിറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പം ഇപ്പോഴത്തെ കാലാവസ്ഥ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് പറയാം. വർത്തമാനമാധ്യമങ്ങളിൽ എല്ലാവർക്കും അറിയാം. ഈ മൈക്രോ ഉപയോഗിച്ചിട്ടുള്ള രാജ്യങ്ങളും ഇതിൻ്റെ ഇടപെടലും യുവാക്കളിലെ ലഹരി ഉപയോഗമല്ല. അത് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും സഹകരണവും എല്ലാ രീതിയിലുള്ള സഹകരണവും ഇതിനെതിരെ ഈ ക്യാമ്പിൽ നടന്ന പോലെ നല്ലവർക്ക് കേരളത്തിൽ മദ്യപരിക്കുന്ന ലഹരിക്കെതിരെയുള്ള ക്യാമ്പിനുമായി എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവരും ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ക്ഷണിച്ച് തന്നെ എല്ലാവരും നന്ദി ഞാൻ ഏറ്റവും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പരിപാടിക്ക് അധ്യക്ഷം വഹിച്ച പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വേണുഗോപാൽ അവർ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ് കെ സുധാകരൻ അവർ, ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, സ്നേഹമുള്ള സഹോദര സഹോദരന്മാരെ, സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായിട്ടാണ് ഇന്നിവിടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, റിപ്പോർട്ടിലൊക്കെ ഓരോ ഘട്ടങ്ങളായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു. ലാസ്റ്റ് പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഇനിയാണ് നമുക്ക് ഏറെയുള്ള കഴിവുകൾ. എന്താണെന്ന് വെച്ചാൽ ഇത് നിലനിർത്തുക എന്നതാണ് ഓരോ വ്യക്തിയുടെയും കടമ. ഞാൻ പലപ്പോഴും ഓരോ വാട്സപ്പ് ഗ്രൂപ്പിൽ കാണാറുണ്ട്. പല മാലിന്യങ്ങളുടെയും ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇത് ഉദ്യോഗസ്ഥന്മാർ കാണുന്നില്ലേ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ കാണുന്നില്ലേ എന്ന രീതിയിലുള്ള ചർച്ചയൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇതൊരു ജനപ്രതിനിധികൾക്കോ ഒരു ഉദ്യോഗസ്ഥന്മാർക്കോ വേണ്ടിയല്ല ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ശുചിത്വം പരിപാലിക്കുക എന്നത് ഓരോരുത്തരുടെയും വ്യക്തിത്വമായ കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത് നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷനുണ്ട്. ബഹുമാനായ അധ്യക്ഷൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത സുധാകരൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ, പേരാവൂർ പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഏറെ സമഗ്രമായ ഇടപെടൽ നമുക്ക് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വിമർശനങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് വളരെ കൃത്യമായ നേതൃപാഠവത്തോടു കൂടിയുള്ള ഇടപെടലുകളാണ് ഒരുപക്ഷെ പേരാവൂർ പഞ്ചായത്തിന് ഈ രീതിയിലേക്ക്
അത് ടീച്ചർ പറയും. ടീച്ചർ പറയും. ഒന്നുമില്ല, മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് അതിന് തന്നെ എല്ലാ വാർഡുകളും ശുചീകരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നന്മ റെസിഡൻസ് അസോസിയേഷൻ 12ാം വാർഡിലെ ഒക്കെ അന്ന് പ്രവർത്തനം ഏറ്റെടുത്തപ്പോൾ ഞാനൊരു വാഗ്ദാനം കൊടുത്തിരുന്നു, 1 മാസത്തെ ഓണറേറിയം അവർക്ക് കൊടുക്കാമെന്നുള്ളത്. അതിൻ്റെ ഒരു ചെറിയ തുക ഇന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ ചെക്ക് കൈമാറുന്നതിന് വേണ്ടി ആദരണീയനായ പ്രസിഡന്റിനോട് മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടന്നത്. ഇന്നത്തെ നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. പ്രസിഡന്റിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ഉപഹാരങ്ങൾ നൽകുകയും പഞ്ചായത്ത് തല പ്രഖ്യാപനം നടത്തുകയും ചെയ്തത് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവர்களാണ്. ബ്ലോക്ക് പ്രസിഡന്റിനോടുള്ള നന്ദിയും ആദരവും അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, എക്സൈസ് ഓഫീസറുള്ള യേശുദാസ് സാർ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിവിധ സംഘടനകൾ